ഹലോ, അതെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ചെടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഇതിന് പേര് തൊമര എന്നാണ് ഞങ്ങൾ പറയുക. നമുക്ക് ഡിസംബറിൽ തിരുവാതിര വരുന്നതിൻ്റെ മാസത്തിൽ തിരുവാതിര വ്രതമൊക്കെ നോൽക്കണ കുറേ പേരുണ്ടല്ലോ. എല്ലാവരുടെയും നാട്ടിൽ തിരുവാതിര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് നമ്മൾ പുഴുക്ക് ഉണ്ടാക്കും, പൂവ പായസം, പുഴുക്ക്, പപ്പടം അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ പുഴുക്കിലിടണതാണ് ഈ തൊമര എന്ന് പറയുന്ന സാധനം. അതായത് അതിൻ്റെ പൂവാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്, കണ്ടോ? അത് അതിൻ്റെ പൂവാണ്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇതിൽ കുറേ കായ ഉണ്ടായിരുന്നു. ഒക്കെ തത്തമ്മ വന്നിട്ട് കൊത്തി തിന്നാണ് കേട്ടോ. ഞാൻ തത്തമ്മ വന്ന് തിന്നുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. കണ്ടോ, അതിൽ കായ നിൽക്കണുണ്ടോ? ആ കായ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മണിയാണ് നമ്മൾ പുഴുക്കിലിടാൻ വേണ്ടി എടുക്കുക. കണ്ടോ, ഇതാണ് തുമരക്കായ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മണി നമ്മൾ പുഴുക്കിലിടാൻ വേണ്ടിയിട്ട് എടുക്കും. പുഴുക്കിൽ മാത്രമല്ല, അതുകൊണ്ട് തോരനുണ്ടാക്കാം, കറി വയ്ക്കാം, ഒക്കെ ചെയ്യാം. കണ്ടോ, ഇതാണ് കായ. അപ്പോൾ ഇത് ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ ഇത്രയും കുറേ കായ ഉണ്ടാവും. ഒരു മരത്തിൽ തന്നെ നിറയെ തുമരക്കായ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ തത്തമ്മകൾ ഇങ്ങനെ വന്ന് നിൽക്കണ കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കിയത്. അപ്പോൾ ഇതിൽ നിറയെ കായ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പൊട്ടിച്ചു. കുറച്ചൊക്കെ എൻ്റെ ചെടി ഇതുണ്ടായത്, അതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ, കുറച്ചൊക്കെ അതിൻ്റെ പൂവും ഇലയൊക്കെ മേത്ത് കൊണ്ടിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടായി ചെറുതായിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിച്ചു. പക്ഷേ ഇത് കുറച്ച് മെനക്കെടണമായിരുന്നു, കുറച്ച് പരിപ്പ് ഉണ്ടാക്കണമെങ്കിൽ. കാരണം കുറേ കായ പൊട്ടിച്ച് തൊലിച്ചെടുത്താലാണ് അതിന് കുറച്ച് പരിപ്പ് കിട്ടുള്ളൂ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്തിട്ട് നോക്ക് ഗൈസ്, ഇത്രയും കായ ഞാൻ പൊട്ടിച്ചെടുത്തു, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ പരിപ്പാണ് കേട്ടോ. അത് കണ്ടോ, ഒരു 2-2.5 മണിക്കൂറോളം ഞാനിരുന്ന് കഷ്ടപ്പെട്ട് തൊലിച്ചുണ്ടാക്കിയ പരിപ്പാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതാണ് തൊമരക്കായയുടെ പരിപ്പ്. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.